വെൽക്കം ബാക്ക് ടു സി എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലിപ്പിഡ് പ്രൊഫൈലാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എ പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് സെർവ്സ് ആസ് എൻ ഇനീഷ്യൽ ബ്രോഡ് മെഡിക്കൽ സ്ക്രീനിങ് ടൂൾ ഫോർ അബ്നോർമാലിറ്റീസ് ഇൻ ലിപ്പിഡ്. അതാണ് ലിപ്പിഡ് പ്രൊഫൈൽ ഓർ ലിപ്പിഡ് പാനൽ. അതായത് ഒരു പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഈ ഒരു ബ്രോഡ് മെഡിക്കൽ ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രോഡ് മെഡിക്കൽ സ്ക്രീനിങ് ടൂളായിട്ട് പ്രവർത്തിക്കുന്നു, സെർവ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ഒരു ലിപ്പിഡിലുള്ള അബ്നോർമാലിറ്റിയുടെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്? ലിപ്പിഡുകളിലുള്ള അബ്നോർമാലിറ്റീനെ സ്ക്രീൻ ചെയ്യുന്നതിനുള്ള ഒരു മെഡിക്കൽ സ്ക്രീനിങ് ടൂളായിട്ടാണ് ഈ ഒരു പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ സെർവ് ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റിനെയാണ്, ഒരു പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റിനെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ലിപ്പിഡ് പാനൽ എന്ന് പറയുന്നത്. ലിപ്പിഡ് പ്രൊഫൈലിൽ ടിപ്പിക്കലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അതായത് HDL, ദെൻ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, അതാണ് LDL എന്ന് പറയുന്നത്. അപ്പോൾ ഈ LDLും അതുപോലെ തന്നെ VDLും എന്ന് പറയുന്നത്, അതായത് LDL എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പിഡാണ്, ലിപ്പോ പ്രോട്ടീനാണ്. വി വരുമ്പോൾ അതൊരു വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനായിട്ട് വരും. അപ്പോൾ ഈ LDLൻ്റെയും അതുപോലെ തന്നെ VDLൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രൈഡ്വാൾഡ് ഇക്വേഷനാണ്. അപ്പോൾ ഈ ഫ്രൈഡ്വാൾഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് LDL ഈക്വൽ ടു ടോട്ടൽ കൊളസ്ട്രോൾ മൈനസ് HDL പ്ലസ് VLDL. അതായത് HDLും അതുപോലെ തന്നെ VLDLും ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്നും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് LDL വാല്യൂ കിട്ടുന്നതാണ്. VLDL കാണുന്നതിനുള്ള ഫോർമുലയാണ് ട്രൈഗ്ലിസറൈഡ് ഡിവൈഡഡ് ബൈ 5. The blood sample for lipid profile should be collected only after 10 to 12 hours of fasting. ഫാസ്റ്റിങ്ങിന് ശേഷം ഒരു 10 to 12 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈലിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്. ഇപ്പോൾ രണ്ട് മേജർ ലിപ്പിഡ്, ബ്ലഡിലുള്ള രണ്ട് മേജർ ലിപ്പിഡുകളാണ് കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സും. ലിപ്പിഡുകൾ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇൻസോല്യൂബിളാണ്, അതുകൊണ്ട് തന്നെ അവ വഹിക്കുന്നത് ലിപ്പോ പ്രോട്ടീനുകൾ ആണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ലിപ്പിഡാണ്, അത് സെൽ മെംബ്രെയിനിലും അതുപോലെ തന്നെ ബ്ലഡ് പ്ലാസ്മയിലും ഇത് കാണപ്പെടുന്നുണ്ട്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് ഓഫ് സെൽ മെംബ്രെയിനാണ്. സെൽ മെംബ്രെയിൻ്റെ ഒരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതുകൂടാതെ സ്റ്റീറോയ്ഡ് ഹോർമോണുകളുടെ സിന്തസിസിനും അതുപോലെ തന്നെ ബൈൽ ആസിഡുകളുടെ ഫോർമേഷനും ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്, ഇപ്പം നെസസറി ആയിട്ടുള്ള ഒന്നാണ്. കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്നത് ലിവറാണ്, അതുകൂടാതെ മറ്റു ഓർഗൻസും അത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്കത് ഫുഡിലൂടെയും അതായത് ഡയറ്റിലൂടെയും ഇത് ഇൻജസ്റ്റഡ് ചെയ്യാവുന്നത് ആണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ലിപ്പിഡുകളാണ്. അവ എന്താണ്? 3 ലോങ് ചെയിൻ ഫാറ്റി ആസിഡുകൾ അറ്റാച്ച്ഡ് ടു ദ ഗ്ലിസറോൾ. അപ്പോൾ എന്താ പറയുന്നത്? ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഗ്ലിസറോളുമായിട്ട് 3 ലോങ് ചെയിൻ ഓഫ് ഫാറ്റി ആസിഡുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. ഇതൊരു സോഴ്സ് ഓഫ് എനർജി ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ദേ ആർ പ്രസൻറ്റ് ഇൻ ഡയറ്ററി ഫാറ്റ് ആൻഡ് ഓൾസോ സിന്തസൈസ്ഡ് ബൈ ലിവർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ ഇത് ഡയറ്ററി ഫാറ്റിലൊക്കെ ഇത് പ്രസൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ലിവറും അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂസും ഇത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ലിപ്പോ പ്രോട്ടീൻസ്. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു മാക്രോ മോളിക്കുലർ കോംപ്ലക്സ് ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ്, അതിൽ വരുന്നതാണ്, ഇതിനൊരു സെൻട്രൽ കോർ ഓഫ് ലിപ്പിഡ് ഉണ്ടായിരിക്കും. അതായത് സെൻട്രൽ കോർ ഓഫ് ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ കൊളസ്ട്രോൾ എസ്റ്ററോ ട്രൈഗ്ലിസറൈഡ്സോ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസോ ആയിരിക്കാം. ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു സർഫസ് മോണോ ലെയർ കമ്പോസ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്, ഫ്രീ കൊളസ്ട്രോൾ ആൻഡ് അപ്പോ പ്രോട്ടീൻസ്. അപ്പോൾ അപ്പോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫ്രീ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ഇതുകൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു മോണോ ലെയർ സർഫസ് കൊണ്ട് ഈ ഒരു എന്തായിരിക്കും സെൻട്രൽ കോർ ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത് സറൗണ്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ്, അതായത് VLDL എന്ന് പറയുന്നത്. അപ്പോൾ VLDL എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഈസ് സിന്തസൈസ്ഡ് ബൈ ദ ലിവർ സിന്തസൈസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു VLDL പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. It transports
ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് കൊളസ്ട്രോൾ. ട്രൈഗ്ലിസറൈഡ്സിനും കൊളസ്ട്രോളിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ VLDL ആണ്. ഇറ്റ് ക്യാരീസ് മോസ്റ്റ് ഓഫ് ദ എൻഡോജിനസ് ട്രൈഗ്ലിസറൈഡ് ഫ്രം ലിവർ ടു അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് മസിൽസ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഈ ഒരു എൻഡോജിനസ് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സിനെ ലിവറിൽ നിന്നും ഇത് അഡിപ്പോസ് ടിഷ്യൂയിലോട്ടും മസിലിലോട്ടും ഇത് ക്യാരി ചെയ്യുന്നു. Triglyceride is removed by the action of lipoprotein lipase in the circulation and VLDL particles become smaller when it is called as intermediate density proteins. അപ്പോൾ അതിനെ IDL എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ലിപ്പേസ് എന്ന് പറയുന്ന ലിപ്പേസിൻ്റെ ആക്ഷൻ വഴി ട്രൈഗ്ലിസറൈഡ് റിമൂവ്ഡ് ആവുന്നുണ്ട്. ആൻഡ് VDL പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്നിട്ട് ചെറിയ അതിനേക്കാൾ സ്മോളറായിട്ട് മാറുന്നു. ആ സ്മോളറായിട്ടുള്ളതിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ IDL എന്ന് വിളിക്കുന്നത്. ഫർദർ പ്രോസസ്സിംഗ് ഓഫ് IDL ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ LDL വിച്ച് ഈസ് ദ മേജർ കാരിയർ ഫോർ കൊളസ്ട്രോൾ. അതായത് ഈ ഒരു IDLന് ഫർദർ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു LDL എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ഫോർമേഷൻ നടക്കുന്നത്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ ഫോർമേഷൻ നടക്കുന്നത് അതാണ് കൊളസ്ട്രോളിനുള്ള ഒരു മേജർ കാരിയർ എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി പ്രോട്ടീൻ IDLൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദിസ് ഈസ് ദ റിമനൻറ്റ് ഓഫ് VLDL formed when triglycerides are removed from VLDL by lipoprotein lipase in circulation. About half of IDL is cleared from blood by the liver. അതായത് ലിവർ ബ്ലഡിലുള്ള ഈ IDLൻ്റെ പകുതിയോളം അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റിമൈനിങ് ആയിട്ടുള്ള ഹാഫ് എന്ന് പറയുന്നത് ഇസ് ഫർദർ പ്രോസസ്ഡ് ടു ഫോം LDL. Normally, IDL is not detected in plasma as it is formed transiently. Then low density lipoprotein LDL. LDL is the major carrier of lipoprotein for cholesterol from liver to the peripheral tissue. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊളസ്ട്രോളിൻ്റെ ഒരു മേജർ കാരിയർ ലിപ്പോപ്രോട്ടീനാണ് LDL എന്ന് പറയുന്നത്. ഫ്രം ലിവർ ടു ദ പെരിഫറൽ ടിഷ്യൂ. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം VLDL നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. LDL പ്ലേസ് മേജർ റോൾ ഇൻ ദ ജനസിസ് ഓഫ് അതെറോസ്ക്ലിറോസിസ്. LDL is taken up by the cell through the LDL receptors, a glycoprotein. അതായത് LDL എന്ന് പറയുന്നത് സെല്ലുകൾ എടുക്കുന്നത് ഈ ഒരു LDL റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസ് വഴിയാണ്. LDL receptors are present on the surface of all cells and recognize apolipoproteins B on the surface of LDL particles. ഈ LDL റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സെല്ലിൻ്റെയും ഉപരിതലത്തിലായിട്ട് ഈ സർഫസിലായിട്ട് കാണപ്പെടുന്നതാണ്. അത് എന്ത് ചെയ്യുന്നു, ഈ LDL പാർട്ടിക്കിൾസിന് സർഫസിലുള്ള അപ്പോലിപ്പോപ്രോട്ടീൻ ബീനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ആഫ്റ്റർ ഇൻറ്റേർണലൈസേഷൻ ഓഫ് LDL പാർട്ടിക്കിൾസ് ദ ലിപ്പോപ്രോട്ടീൻ ഈസ് കാറ്റബോളൈസ്ഡ്. അതായത് ഇൻറ്റേർണലൈസേഷന് ശേഷം ഈ ഒരു ലിപ്പോപ്രോട്ടീൻസ് കാറ്റബോളൈസ്ഡ് ആവുകയും ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് റീസൈക്കിൾഡ് ആയിട്ട് ഈ ഒരു സെല്ലിൻ്റെ സർഫസിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇൻട്രാസെല്ലുലാർലി LDL ഈസ് ഡീഗ്രേഡഡ് ടു ഫ്രീ കൊളസ്ട്രോൾ ദാറ്റ് ഈസ് നീഡഡ് ഫോർ സെല്ലുലാർ നീഡ്സ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻട്രാസെല്ലുലാർലി ഈ ഒരു LDL എന്ന് പറയുന്നത് ഫ്രീ കൊളസ്ട്രോളായി മാറുകയും അത് സെല്ലുലാർ നീഡുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാവുകയും ചെയ്യുന്നു. The level of LDL in circulation is determined by the number and function of LDL receptors. അപ്പോൾ ഈ ഒരു സർക്കുലേഷനിൽ ഉള്ള LDLൻ്റെ ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു LDL റിസപ്റ്റേഴ്സിൻ്റെ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനും നോക്കിയിട്ടാണ്. LDL റിസപ്റ്റേഴ്സിൻ്റെ ക്യാരക്ടറൈസിങ് നടത്തിയത് വഴി 1985 എന്ത് ചെയ്തു, ഈ ഒരു ഫിസിയോളജി ഓർ മെഡിസിനിൽ ജോസഫ് ഗോൾഡ്സ്റ്റീനും അതുപോലെ തന്നെ മൈക്കൽ ബ്രൗണിനും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ജനറ്റിക് ആബ്സെൻസ് ഓഫ് LDL റിസപ്റ്റേഴ്സ് ലീഡ്സ് ടു ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളെമിയ. അതായത് ഈ ജനറ്റിക് ആബ്സെൻസ്, ഈ LDL റിസപ്റ്റേഴ്സിൻ്റെ ജനറ്റിക് ആബ്സെൻസ് വഴിയാണ് ഹൈപ്പർ കൊളസ്ട്രോമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അതായത് HDL
The HDL binds to the peripheral tissue that have apolipoproteins A receptors and takes up cholesterol. HDL എന്ന് പറയുന്നത് പെരിഫറൽ ടിഷ്യൂ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ പെരിഫറൽ ടിഷ്യൂവിൽ എന്തുണ്ടായിരിക്കും? അപ്പോലിപ്പോപ്രോട്ടീൻസ് എ റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നു? കൊളസ്ട്രോളിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. കൊളസ്ട്രോളിനെ എടുക്കുന്നു, ടൈക്സ് അപ്പ് ചെയ്യുന്നു. HDL cholesterol is either taken by liver or is incorporated into LDL to form LDL. അതായത് ഈ HDL എന്ന് പറയുന്നത് ഈ എന്ത് ചെയ്യുന്നു? കൊളസ്ട്രോളിനെ ഒന്നുകിൽ HDL കൊളസ്ട്രോളിനെ ഒന്നുകിൽ ലിവർ എടുക്കുന്നു, ടൈക്കൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഐഡിയലുമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ചെയ്തിട്ട് അത് LDL ഫോം ചെയ്യുന്നു. ദെൻ ലിപ്പോപ്രോട്ടീൻ എ ഓർ LPA. LDL പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സർഫസിലായിട്ടുള്ള അപ്പോലിപ്പോപ്രോട്ടീൻ ബിയുമായിട്ട് അപ്പോലിപ്പോപ്രോട്ടീൻ എ വന്നിട്ട് അറ്റാച്ച്മെൻറ്റ് നടത്തുകയും അതുവഴി ഒരു പുതിയ പാർട്ടിക്കിൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു പുതിയ പാർട്ടിക്കിളിനെയാണ് ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്നത്. ഈ എക്സസ് ആയിട്ടുള്ള ഈ ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിസ്ക് ഓഫ് അതെറോസ്ക്ലിറോസിസ്. അപ്പോൾ എന്താണ്? എക്സസ് ആയിട്ട് LP ഉണ്ടെങ്കിൽ അവിടെ അതെറോസ്ക്ലിറോസിസിന് കാരണമാകുന്നു. Common method for the estimation of cholesterol. The determination of serum cholesterol is one of the important tools in accessing the risk in atherosclerosis and in the diagnosis of familial and non-familial lipemia. അതായത് ഈ സെറം കൊളസ്ട്രോളിൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു അതെറോസ്ക്ലിറോസിസിൻ്റെ റിസ്കിനെ ആസസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫെമിലിയൽ ആൻഡ് നോൺ ഫെമിലിയൽ ആയിട്ടുള്ള ലിപ്പീമിയയുടെ ഡയഗ്നോസിസിലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ഈസ് വൺ ഓഫ് ദ മേജർ റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഹാർട്ട് ഡിസീസിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കളർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിബോമാൻ ബർക്കാർഡ് റിയാക്ഷൻ, അതാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. മെത്തേഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് സെറം കൊളസ്ട്രോൾ. അപ്പോൾ ഈ സെറം കൊളസ്ട്രോളിൻ്റെ ഡിറ്റർമിനേഷനിൽ വരുന്ന മെത്തേഡാണ് സ്പെസിഫിക് എൻസൈമാറ്റിക് മെത്തേഡ് സച്ചാസ് CHOD PAP മെത്തേഡ്, CHOD PAP മെത്തേഡ് എന്ന് പറയുന്നത്. സോ സെറം കൊളസ്ട്രോൾ റേഞ്ച് എന്ന് പറയുന്നത് 150 to 200 mg% ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള യങ് അഡൾട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. ദ കണ്ടീഷൻ ഓഫ് ഇൻക്രീസ് ഇൻ സെറം കൊളസ്ട്രോൾ, അതായത് സെറം കൊളസ്ട്രോളിലുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ കൊളസ്ട്രോലെമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ കൊളസ്ട്രോലെമിയ എന്ന് പറയുന്നത് An increase in serum cholesterol is found in diabetes mellitus, nephrotic syndrome, obstructive jaundice and hypothyroidism. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിലൊക്കെയാണ് ഈ സെറം കൊളസ്ട്രോൾ ഇൻക്രീസ് ആയിട്ട് കാണപ്പെടുന്നത്. ഡിക്രീസ് ഇൻ സെറം കൊളസ്ട്രോൾ അത് കാണപ്പെടുന്നത് ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ ഹെപ്പാറ്റോസെല്ലുലാർ ഡാമേജ്, അനീമിയ എക്സെപ്റ്റ് ഹീമോറാജിക്, പിന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻസ്, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, ടെർമിനൽ സ്റ്റേറ്റ്സ് ഓഫ് വെറൈറ്റി ഓഫ് ഡിസീസ്. അപ്പോൾ ഇങ്ങനെയുള്ളതിലൊക്കെയാണ് ഈ ഒരു സെറം കൊളസ്ട്രോൾ ഡിക്രീസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്. ദ കണ്ടീഷൻ ഓഫ് ഡിക്രീസ് ഇൻ സെറം കൊളസ്ട്രോൾ അതിനെ നമ്മൾ ഹൈപ്പോ കൊളസ്ട്രോലിമിയ എന്ന് പറയുന്നു. ലിപ്പോപ്രോട്ടീൻസ് വിച്ച് ഇൻക്ലൂഡ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDL, പിന്നെ LDL ആൻഡ് VLDL are the protein which transport fat in the bloodstream. ഈ ബ്ലഡ് സ്ട്രീമിലുള്ള ഫാറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഈ പറയുന്ന HDL, അതുപോലെ LDL, VLDL എന്ന് പറയുന്നത്. ദെൻ ലിപ്പോപ്രോട്ടീൻസ്, ദ ലിപ്പോപ്രോട്ടീൻസ് നോൺ ആസ് ഗുഡ് കൊളസ്ട്രോൾ HDL. ഈ ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ HDL എന്നറിയപ്പെടുന്നു. പിന്നെ HDL എന്ത് ചെയ്യുന്നു? കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഈ ഒരു പെരിഫറൽ ടിഷ്യൂവിൽ നിന്നും ലിവറിലോട്ട് എക്സ്ക്രീഷന് വേണ്ടിയിട്ട് കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യുന്നത് HDL ആണ്. ഒപ്റ്റിമം ലെവൽ ഓഫ് HDL കൊളസ്ട്രോൾ എബോ 60 mg% ആണ്. ദെൻ നെക്സ്റ്റ് HDL കൊളസ്ട്രോൾ ബിലോ ദ ലെവൽ ഓഫ് 40 mg% ആണെങ്കിൽ ദാറ്റ് മേ ഇൻഡിക്കേറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കൊറോണറി ഡിസീസ്. ലിവറിൽ നിന്നും കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും LDL
ക്യാരി ചെയ്തിട്ട് എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂവിലോട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു, ലീഡിങ് ടു അതെറോസ്ക്ലിറോസിസ്. ദ ലിപ്പോപ്രോട്ടീൻ നോൺ ആസ് ബാഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ലിപ്പോപ്രോട്ടീനാണ് LDL എന്ന് പറയുന്നത്. ദ ഡിസേർഡ് ലെവൽ ഓഫ് LDL എന്ന് പറയുന്നത് ലെസ് ദാൻ 100 mg% ആണ്. Triglycerides are esters of fatty acid with glycerol are the most common type of fat in the body that mostly come from food. എന്താണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്? ഫാറ്റി ആസിഡ്സിൻ്റെ എസ്റ്റേഴ്സ് ആണ്, വിത്ത് ഗ്ലിസറോൾ ആണ്. അതാണ് ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ്, നമ്മുടെ ബോഡിയിലുള്ള മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി വരുന്നത് ഫുഡിൽ നിന്നും ആണ്. High level of blood glycerides are often found in people who have high cholesterol level, heart problems and overweight or have diabetes. അപ്പോൾ ഈ ഡയബറ്റിസും അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർ, ഹാർട്ട് പ്രോബ്ലംസ്, അതുപോലെ ഹൈ കൊളസ്ട്രോൾ ലെവൽ ഒക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിൽ ഈ ഒരു ഹൈ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലിസറൈഡ് കാണാനായിട്ട് പറ്റുന്നതാണ്. ഡിസൈറബിൾ ലെവൽ ഓഫ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ബിലോ 150 mg% ആണ്. നോർമൽ LDL അല്ലെങ്കിൽ HDL റേഷ്യോ എന്ന് പറയുന്നത് 0.5 to 3.0 ആണ്. ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് HDL കൊളസ്ട്രോളും LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ, അതിൻ്റെ ഡിസൈറബിൾ റേഞ്ചും ബോർഡർ ലൈൻ റേഞ്ച്, അതുപോലെ ഹൈ റിസ്ക് റേഞ്ചുമാണ് ഈ ഒരു പിക്ചറിലൂടെ തന്നിരിക്കുന്നത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.